വ്യാജ ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചുള്ള ആദായ നികുതി റീഫണ്ട് തട്ടിപ്പിൽ കേരളത്തിലെ കൂടുതൽ ഏജന്റുമാരെ കേന്ദ്രീകരിച്ച് IT വകുപ്പിന്റെ അന്വേഷണം. 5 പേരാണ് ITയുടെ റഡാറിലുള്ളത്. ആദായ നികുതി ദായകരിൽ നിന്ന് ഏജന്റുമാർ വാങ്ങിയത് 10% കമ്മീഷനാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. SS ശരൺ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് SS ശരൺ. തട്ടിപ്പുകാരെ ഒന്നും രണ്ടുമല്ല, ഒരുപാടുണ്ട് എന്ന് ആദ്യത്തെ പരിശോധനയിൽ തന്നെ ബോധ്യമാവുകയാണ്. എങ്ങനെയാണ് ഈ റീഫണ്ട് തട്ടിപ്പ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? റഡാറിലുള്ളവരുടെ ഇടപാടുകൾ സംബന്ധിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ എന്താണ്? സുജയ, ഗുഡ് ഈവനിങ്. എന്തായാലും രാജ്യത്തിന് കേട്ടുകേൾവിയില്ലാത്തൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ആ തട്ടിപ്പാണ് കഴിഞ്ഞ ദിവസം ITയുടെ ഇടപെടലിലൂടെ പൊളിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ആദായ നികുതി വ്യാജമായിട്ട് റിട്ടേൺ തയ്യാറാക്കി നൽകിയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തയ്യാറാക്കി നൽകുന്ന ഏജന്റുമാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നിരുന്നു. 7 സംസ്ഥാനങ്ങളിലായിട്ട് പരിശോധനകളുണ്ടായിരുന്നു. അതിൽ തന്നെ കേരളത്തിൽ 5 ഏജന്റുമാരെ കസ്റ്റഡിയിലെടുത്ത് IT ചോദ്യം ചെയ്തിരുന്നതാണ്. അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം വീണ്ടും സമൻസ് അയക്കാനുള്ള നീക്കത്തിലേക്ക് കൂടിയാണ് IT കടന്നിരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ കൂടുതൽ ഏജന്റുമാരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. 5 ഏജന്റുമാർ കേരളത്തിൽ മാത്രം ITയുടെ നിരീക്ഷണത്തിലുണ്ട്, റഡാറിലുണ്ടെന്നുള്ളതാണ് അവർ പ്രധാനമായും പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വ്യാജ റിട്ടേണുകൾ, അതായത് തയ്യാറാക്കി നൽകുന്നതിന് സ്വാഭാവികമായിട്ടും കമ്മീഷൻ കൈപ്പറ്റുന്നതായിട്ട് ഏജന്റുമാർ കൈപ്പറ്റുന്നതായിട്ടുള്ള വിവരം കൂടി IT കൈമാറുകയും ചെയ്തിരുന്നതാണ്. അതിലിപ്പോൾ IT വ്യക്തത വരുത്തിയിട്ടുണ്ട്. എത്ര തുകയാണ് ഈ കമ്മീഷനായി കൈപ്പറ്റിയെന്നുള്ളതാണ്. അതായത് 10,000 രൂപയാണ് ഇത്തരത്തിൽ തുക അനർഹമായിട്ട് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 10% കമ്മീഷനാണ് ഏജന്റുമാർക്ക് പോവുകയും ചെയ്തിരുന്നത്. അതായത് 10,000 രൂപയാണ് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ 1000 രൂപ കമ്മീഷൻ കിട്ടുന്ന വിധത്തിലാണ് ഏജന്റുമാരുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഇതുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം IT ആദായ നികുതിദായകർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ അനർഹമായ തുക കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്ഡേഷൻ നടത്തണം. അത് ആദായ നികുതി വകുപ്പിന്റെ വെബ്സൈറ്റിലൂടെ അപ്ഡേഷൻ നടത്തണം. അല്ലാത്ത പക്ഷം പിഴ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ നിർദ്ദേശിച്ചുകൊണ്ടുള്ള നോട്ടീസ് നൽകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ IT വകുപ്പ് നൽകുന്നത്. ഓരോ തട്ടിപ്പിനും 10% കമ്മീഷൻ. ഈ കമ്മീഷൻ തന്നെ കിട്ടിയപ്പോൾ കുറെ ഉണ്ടാക്കിയിട്ടുണ്ടാകും ഈ ഏജന്റുമാർ. വ്യാജ റിട്ടേൺ അത് ഒരിക്കലും നിങ്ങൾ സമർപ്പിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് പിടിവീഴും. കാരണം നിങ്ങളുടെ വിവരങ്ങളൊക്കെ കൃത്യമായി പല തലങ്ങളിൽ ബന്ധിക്കപ്പെട്ടതാണ്. അപ്പോൾ തട്ടിപ്പ് കുറച്ചുനാളൊക്കെ മൂടി വെക്കാം, പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും പിടിക്കപ്പെടുമ്പോൾ നല്ല രീതിയിൽ തിരിച്ചങ്ങോട്ട് കൊടുക്കേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിക്കുന്നു.